വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. വനംവകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള WWL45 എന്ന ആൺകടുവയാണ് പ്രജീഷിന്റെ ജീവനെടുത്തതെന്ന് വ്യക്തമായതോടെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് തെരച്ചിലിനായി 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ സക്രയും വാഗേരിയിലെത്തിയിട്ടുണ്ട്. പൂതാടി പഞ്ചായത്തിലെ മൂടക്കൊല്ലിയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഡിസംബർ 19 വരെ നീട്ടി. ജിൻസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ജിൻസ്, 3 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരച്ചിലുണ്ട്. സുരക്ഷാ ക്യാമറകൾ അടക്കം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ അപ്പോഴും കടുവ കാണാമറയത്താണോ? തീർച്ചയായും രഞ്ജിത്ത്, വാഗേരിയിൽ കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ കടുവയ്ക്കായി ഇന്നലെ സർവ്വസന്നാഹങ്ങളോടും കൂടെ നടത്തിയ തിരച്ചിലിനും ഫലം കണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും ഇന്ന് ആരംഭിക്കും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ക്യാമറ ട്രാപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചും അതുപോലെ തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് ഈ മയക്കുവെടി വിദഗ്ധരടക്കമുള്ള RRT സംഘത്തിന്റെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ ഇരുട്ട് വീണതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിൽ പെട്രോളിംഗുമായി മേഖലയിൽ വനം വകുപ്പ് സംഘം ഉണ്ടായിരുന്നു. എന്തായാലും കടുവയ്ക്കായുള്ള തിരച്ചിലിന് ഇന്നലെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് വെച്ച 2 കുങ്കിയാനകളെയും ഇന്നും ഈ തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ഈ കടുവയെ ട്രാപ്പ് ചെയ്തതായാണ് വനം വകുപ്പ് അറിയിച്ചത്. ഈ പുതിയ കാൽപ്പാടുകളും അതുപോലെ തന്നെ ക്യാമറയിൽ ചിത്രങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ പ്രദേശത്ത് മയക്കുവെടി വിദഗ്ധരടക്കമുള്ള സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് 3 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ ഈ കടുവയെ വനം വകുപ്പ് ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നു. വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽപ്പെട്ട 13 വയസ്സുള്ള കടുവയായിരുന്നു. WWL45 ഇനത്തിൽപ്പെട്ട ആൺകടുവയാണ് ഈ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എന്തായാലും ഈ പ്രദേശത്ത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞയും നീട്ടിയിട്ടുണ്ട്. ഈ പ്രദേശവാസികളോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 ദിവസമായിട്ടും ഈ കടുവയെ പിടികൂടാനാകാത്തതിൽ ജനങ്ങൾക്കും വലിയ ഭീതിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ഈ കടുവയെ പിടികൂടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ വനം വകുപ്പും ഉള്ളത്. രഞ്ജിത്ത്, ജിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.